Welcome to Plant Sapiens. So ഇന്നത്തെ ക്ലാസ്സിൽ എംബ്രിയോ ഡെവലപ്മെന്റ് ആണ് എടുത്തത്. അപ്പം ഇതിന് മുന്നേ ഉള്ള ഒരു ക്ലാസ് 2-3 ദിവസം മുന്നേ ആണ് ഇട്ടത്. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് സെറ്റ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആയിരുന്നു ഒരു 2-3 ദിവസം ഇട്ടത്. അതിനുശേഷം ആ ഒരു ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്ന അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ആണ്. നമ്മളൊരു എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചറും ടൈപ്സ് ഓഫ് ഒവ്യൂളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ എംബ്രിയോ ഡെവലപ്മെന്റ് എന്താണ്, ഒരു മെച്യൂർ എംബ്രിയോയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാന്റ് സാപ്പിയൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റിൽ കുറേ സ്റ്റേജസ് ഉണ്ട്. അതിൽ മെയിൻലി വരുന്ന സ്റ്റേജസിൻ്റെ ആ ഒരു ഡയഗ്രാമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു 5 സ്റ്റേജസ് ആണ് എംബ്രിയോ സാക്കിൽ നിന്ന് എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഡബിൾ ഫെർട്ടിലൈസേഷനിൽ നമ്മൾ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്തായിട്ട് മാറുന്നു എന്നാണ് പഠിച്ചത്, എൻഡോസ്പേം ആയിട്ട് മാറുന്നു എന്ന് പഠിച്ചു. അതേപോലെ എഗ്ഗ് ഡെവലപ്പ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നുണ്ട്. ആ സൈഗോട്ടിൽ നിന്നാണ് എംബ്രിയോ ഉണ്ടാകുന്നത് എന്ന് പഠിച്ചു. ഓക്കെ, ഫസ്റ്റ് തിങ് എംബ്രിയോയുടെ ഡെവലപ്മെന്റിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്താ എഴുതേണ്ടത്? ആഫ്റ്റർ ഡബിൾ ഫെർട്ടിലൈസേഷൻ ദ സൈഗോട്ട് ഡെവലപ്ഡ് ഇൻ ടു എംബ്രിയോ. ഓക്കെ, എംബ്രിയോ എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മൾ സൈഗോട്ട് കാണുന്നത്, നമ്മുടെ എഗ് അപ്പാരറ്റസ് കാണുന്നത് മൈക്രോപൈലാർ എൻഡിലാണ്. ആ ഒരു മൈക്രോപൈലാർ എൻഡിൽ, എംബ്രിയോ സാക്കിലുള്ള മൈക്രോപൈലാർ എൻഡിലുള്ള സൈഗോട്ട് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സൈഗോട്ടാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. സോ ആ എംബ്രിയോന് മുന്നേയുള്ള കുറേ സ്റ്റേജസ്, പല സ്റ്റേജ് ഷേപ്പിനനുസരിച്ചിട്ട് പല സ്റ്റേജസ് നമ്മളുടെ എംബ്രിയോനുണ്ട്. അതിൽ വരുന്ന സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് കാണിച്ചേക്കുന്നത് ഒരു മെച്യൂർ എംബ്രിയോ സാക്ക് ആണ്. എംബ്രിയോ സാക്കിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷമുള്ള പിക്ചറാണ്. അപ്പോൾ ഈ ഒരു ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ താഴെയുള്ള ആന്റിപോഡൽ സെൽസ് ഒക്കെ ഡീജനറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അത് ചുരുങ്ങി പോകും. പിന്നെ നമ്മുടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ആ ഒരു ന്യൂക്ലിയസ് എന്തായിട്ട് മാറും? എൻഡോസ്പേം ആയിട്ട് മാറും. പല ടൈപ്പ് എൻഡോസ്പേം പഠിച്ചിട്ടുണ്ട്, ന്യൂക്ലിയർ, സെല്ലുലാർ, ഹിലോബിയൽ. അപ്പോൾ അങ്ങനെയുള്ള പല എൻഡോസ്പേം ആയിട്ട് മാറും. നമ്മൾ പ്രൈമറി എൻഡോസ്പേം സെല്ലും എൻഡോസ്പേം ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ മൈക്രോപൈലാർ എൻഡിൽ വരുന്ന എഗ് അപ്പാരറ്റസ് ഉണ്ടല്ലോ. എഗ് അപ്പാരറ്റസിൽ എഗ് ഗാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി. പിന്നെ സിനർജിഡ്സ് ഹെൽപ്പ് ചെയ്യുന്ന അത് ഡീജനറേറ്റ് ചെയ്ത് പോവാണ്. നമുക്ക് ഈ ഒരു സൈഗോട്ട് മാത്രം എടുത്ത് നമുക്ക് എംബ്രിയോ ഡെവലപ്മെന്റ് നോക്കാം. സോ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് സൈഗോട്ടാണ് കേട്ടോ. സൈഗോട്ടിൽ എത്ര ന്യൂക്ലിയസ് ഉള്ളത്? ഒരു സിംഗിൾ ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. ആ ഒരു സിംഗിൾ ന്യൂക്ലിയസിന് ഒരൊറ്റ ഡിവിഷൻ നടക്കുകയാണ്. ഓക്കെ, ന്യൂക്ലിയസിലും ഡിവിഷൻ നടക്കുന്നുണ്ട്, ആ ഒരു സൈറ്റോപ്ലാസത്തിലും ഡിവിഷൻ നടക്കുന്നുണ്ട്. എന്നിട്ട് 2 ന്യൂക്ലിയസ് ഉള്ള ഒരു സ്റ്റേജ് ആയിട്ട് മാറി. ഓക്കെ, ഒരു ലാർജ് റീജിയനും ഉണ്ട്, ഒരു സ്മോൾ റീജിയനും ഉണ്ട്. 2 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റേജിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോ എംബ്രിയോ. അതായത് എംബ്രിയോ എവിതിൽ നിന്നാണ് ഉണ്ടാകുന്നത്, എംബ്രിയോയുടെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിനെയാണ് നമ്മൾ പ്രോ എംബ്രിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രോ എംബ്രിയോയിൽ നിന്ന് ആദ്യം നമ്മൾ ഒറ്റ ഡിവിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഈ പ്രോ എംബ്രിയോക്ക് പല ഡിവിഷൻ, കുറേ ഡിവിഷൻ നടക്കുന്നുണ്ട്. ഈ താഴത്തെ ന്യൂക്ലിയസിനാണ് മെയിൻലി ഡിവിഷൻ നടന്നിട്ട് ഇതാ ഈ ഒരു സ്ട്രക്ചറിലേക്ക് മാറും. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിന് ഏകദേശം ഒരു ഗ്ലോബുലാർ ഷേപ്പ് അല്ലേ. ഇവിടെ നടക്കുന്ന അതിന് സൈറ്റോകൈനസിസ് മാത്രം, ന്യൂക്ലിയസിന്റെ ആ ഒരു ഡിവിഷൻ നടക്കാതെ സൈറ്റോകൈനസിസ് മാത്രം നടന്നിട്ട് ഈ ഒരു സ്റ്റേജ്, ഇതൊരു ഗ്ലോബുലാർ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിനെ ഗ്ലോബുലാർ എംബ്രിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഗ്ലോബുലാർ എംബ്രിയോക്ക് കുറേ നെറ്റ് സെൽസ് പോലെയുള്ള കുറേ സസ്പെൻസർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സെൽസും ഉണ്ട്, ഒരു ലാർജ് സെൽസും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സെല്ലാണ് ഇങ്ങോട്ടേക്ക് മാറുന്നത്. അടിയിലുള്ള സെൽസ് ഡിവിഷൻ നടന്നിട്ട് ഈ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. അതാണ് ഫസ്റ്റ് സ്റ്റേജ് പ്രോ എംബ്രിയോ. അത് കഴിഞ്ഞിട്ട് ഗ്ലോബുലാർ ഷേപ്പുള്ള ഒരു ഗ്ലോബുലാർ എംബ്രിയോ ആയിരിക്കും. ദെൻ ഈ ഗ്ലോബുലാർ എംബ്രിയോക്ക് താഴെയുള്ള ഈ സ്ട്രക്ചറിന് പിന്നെയും ഡിവിഷനും ആ ഒരു ഷേപ്പിലൊക്കെ വ്യത്യാസം വന്നിട്ട് ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പുള്ള സ്ട്രക്ചർ ആയിട്ട്, ഈ ഒരു പോർഷൻ മാത്രം ഹാർട്ട് ഷേപ്പുള്ള സ്ട്രക്ചർ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? സസ്പെൻസർ ആയിട്ട് മാറും. അതിനനുസരിച്ചിട്ട് ഇതിൻ്റെയും ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് ചെറുതായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഹാർട്ട് ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിന് ഹാർട്ട് ഷേപ്പ് എംബ്രിയോ. ഇതാണ് ആക്ച്വലി എംബ്രിയോയുടെ പകുതി മുക്കാൽ പോർഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ എംബ്രിയോന് പേര് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള എംബ്രിയോ. ദെൻ ഈ ഒരു ഹാർട്ട് ഷേപ്പുള്ള എംബ്രിയോയിൽ നിന്നാണ് നമ്മുടെ മെച്യൂർ എംബ്രിയോ ഡെവലപ്പ് ചെയ്തത് വരുന്നത്. അപ്പോൾ ഈ ഒരു മെച്യൂർ എംബ്രിയോന്
ഡൈക്കോട്ടിലും മോണോക്കോട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. മെയിൻ ആയിട്ടൊരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കോട്ടിലിഡൻസ് ഉണ്ടായിരിക്കും. അതെന്താണെന്ന് പറയാം. ഒരു പ്ലിമ്യൂള്, ഒരു റാഡിക്കൽ, പിന്നെ സസ്പെൻസർ. ഓക്കെ, പ്ലിമ്യൂള്, റാഡിക്കൽ, സസ്പെൻസർ, ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മെച്യൂർ എംബ്രിയോയുടെ സ്ട്രക്ചർ. കോട്ടിലിഡന്റെ എണ്ണം അനുസരിച്ചിട്ടാണ് ഡൈക്കോട്ടും മോണോക്കോട്ടും ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. റാഡിക്കൽ എന്ന് പറയുന്നത് റൂട്ട്, പ്ലിമ്യൂൾ എന്ന് പറയുന്നത് ഷൂട്ട് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ എംബ്രിയോ ആണല്ലോ സീഡായിട്ട് മാറുന്നത്. അപ്പോൾ ആ സീഡിൽ നിന്ന് ഷൂട്ടും റൂട്ടും ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു പോർഷൻ ആണ്. ഓക്കെ, ഇനി നമുക്കൊരു മെച്യൂർ എംബ്രിയോയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്ട്രക്ചർ, ഒരു മെച്യൂർ എംബ്രിയോയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഡയഗ്രാം മാത്രമേ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഡൈക്കോട്ട് മോണോക്കോട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇടാം. സോ നമുക്ക് ബേസിക് ആയിട്ട് ആ ഒരു സ്ട്രക്ചർ എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് ഡൈക്കോട്ട് എംബ്രിയോ, മോണോക്കോട്ട് എംബ്രിയോ, അങ്ങനെ രണ്ട് എംബ്രിയോ ഉണ്ടല്ലേ. എംബ്രിയോ രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഡൈക്കോട്ടിലുള്ള എംബ്രിയോ, എന്തുകൊണ്ടാണ് അതിന് ഡൈക്കോട്ട് എന്ന് പേര് വന്നത്? അതായത് എംബ്രിയോന് രണ്ട് കോട്ടിലിഡൻ ഉള്ളതാണ് ഡൈക്കോട്ട്, ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളെങ്കിൽ അതാണ് മോണോക്കോട്ട്. സോ ഒരു ഡൈക്കോട്ട് എംബ്രിയോയുടെ ടിപ്പിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടായിരിക്കും. നടുക്കേ കൂടെ വരക്കുന്ന ഒരു ലൈൻ അല്ലെ, ഇമാജിനറി ലൈൻ, അതാണ് എംബ്രിയോണൽ ആക്സിസും രണ്ട് കോട്ടിലിഡൻ, ഈ കാണുന്ന രണ്ടെണ്ണാണ് ആ ഒരു രണ്ട് കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. ഇനി ഈ ഒരു ഡൈക്കോട്ട് എംബ്രിയോന് രണ്ട് പോർഷൻ ഉണ്ട്. ഒന്ന് എപ്പികോട്ടൈൽ, രണ്ടാമത്തത് ഹൈപ്പോകോട്ടൈൽ. അപ്പോൾ ഈ ഒരു എപ്പികോട്ടൈൽ എന്ന് വെച്ചാൽ നമ്മളുടെ എംബ്രിയോണൽ ആക്സിസ് ഇല്ലേ, എംബ്രിയോണൽ ആക്സിസിന്റെ മുകളിൽ എബോവ് ആയിട്ടുള്ള റീജിയൻ ആണ് എപ്പികോട്ടൈൽ. എംബ്രിയോണൽ ആക്സിസിന്റെ താഴെയായിട്ടുള്ള റീജിയൻ ആണ് ഹൈപ്പോ. ഹൈപ്പോ എന്ന് വെച്ചാൽ താഴെ, എപ്പി എന്ന് വെച്ചാൽ മുകളിൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു എപ്പികോട്ടൈൽ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ എപ്പികോട്ടൈൽ റീജിയനിൽ കാണുന്ന ആളാണ് നമ്മളുടെ പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലിമ്യൂൾ, ഈ ഒരു റീജിയൻ ആണ് നമ്മളുടെ പ്ലിമ്യൂൾ. പി എന്ന് മാത്രം ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ് പ്ലിമ്യൂൾ എന്ന് ചോദിച്ചാൽ എംബ്രിയോണൽ ആക്സിസിന്റെ എബോവ് ആയിട്ട് കോട്ടിലിഡനിലുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ പ്ലിമ്യൂൾ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്ലിമ്യൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ഷൂട്ട് ടിപ്പ് കാണുന്ന റീജിയൻ ആണ്. അതായത് സീഡ് ജെർമിനേഷൻ നടന്നിട്ട് ഷൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യല്ലോ, ഒരു പോർഷൻ ഷൂട്ടായിട്ട് മാറുമല്ലോ, സ്റ്റെം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ ഇവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു എംബ്രിയോണൽ ആക്സിസിന്റെ താഴെ, ഇവിടെയാണ് ഒരു ഇമാജിനറി ലൈൻ ഉള്ളത്, അതിന് താഴെ ആരുണ്ട്? ഹൈപ്പോകോട്ടൈൽ റീജിയൻ അല്ലേ. ആ ഹൈപ്പോകോട്ടൈൽ റീജിയനിൽ ആരുണ്ട്? നമ്മുടെ റാഡിക്കൽ ഉണ്ട്. റാഡിക്കൽ എന്ന് പറയുന്നത് റൂട്ട് ടിപ്പാണ്, RR. ഓക്കെ, ഷൂട്ട് ടിപ്പാണ് പ്ലിമ്യൂള്, റൂട്ട് ടിപ്പാണ് റാഡിക്കൽ എന്ന് പറയുന്നത്. ഈ ഒരു റാഡിക്കലിൽ റൂട്ട് ടിപ്പിൽ റൂട്ട് ക്യാപ്പും ഉണ്ടായിരിക്കും, കാരണം ഇത് ഡൈക്കോട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡൈക്കോട്ട് എംബ്രിയോയുടെ ഒരു സിമ്പിൾ ബേസിക് സ്ട്രക്ചർ. ഇനി ഇതും മോണോക്കോട്ടും തമ്മിൽ എന്താണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഓൺലി വൺ കോട്ടിലിഡൻ, ഒറ്റ കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. ആ ഒരു കോട്ടിലിഡൻ ഒരു പേരുണ്ട്, സ്ക്യൂട്ടെല്ലം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. മോണോക്കോട്ടിലുള്ള ഒറ്റ കോട്ടിലിഡന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ പേരാണ് സ്ക്യൂട്ടെല്ലം. ഈ ഒരു സ്ക്യൂട്ടെല്ലം എന്ന് പറയുന്നത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? അറ്റ് വൺ സൈഡ് ഓഫ് ദ എംബ്രിയോണൽ ആക്സിസ് അറ്റ് ഇറ്റ്സ് ലോവർ എൻഡ്. അപ്പോൾ ഇതൊരു എംബ്രിയോണൽ ആക്സിസ് ആണെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ മാത്രം കാണുന്ന, ആ ലോവർ സൈഡിൽ മാത്രം ആണ് നമ്മളുടെ സ്ക്യൂട്ടെല്ലം സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്ലിമ്യൂൾ, റാഡിക്കൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ മോണോക്കോട്ടിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് റാഡിക്കൽ, റൂട്ട് ടിപ്പും ഒക്കെ ഉള്ള ആ ഒരു റാഡിക്കൽ ഉള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് കൊളിയോറൈസ. കൊളിയോറൈസ ഇവിടെ 6 ആണ് അല്ലേ, ഇവിടെ 6 വരുമ്പോൾ അത് റൂട്ട്. കൊളിയോറൈസ റൂട്ട് റാഡിക്കലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എപ്പികോട്ടൈൽ റീജിയനിൽ, ഇതും ഹൈപ്പോകോട്ടൈൽ എപ്പികോട്ടൈൽ തന്നെയാണ്. ഒരു എപ്പികോട്ടൈൽ റീജിയൻ സ്ക്യൂട്ടെല്ലത്തിന്റെ ആ ഒരു സിംഗിൾ സ്ട്രക്ചർ ഉണ്ടല്ലോ, സിംഗിൾ സ്ക്യൂട്ടെല്ലത്തിന്റെ മുകളിലായിട്ട് കാണുന്ന ഒരു റീജിയൻ ആണ് കൊളിയോപ്റ്റൈൽ. ഈ കൊളിയോപ്റ്റൈലാണ് നമ്മുടെ പ്ലിമ്യൂൾ പോലെയുള്ള ആ ഒരു ഷൂട്ട് ടിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ലീഫ് പ്രൈമോഡ്, ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ഒരു കൊളിയോപ്റ്റൈലിൽ നിന്ന് എങ്ങനെയാണ് ഷൂട്ടും ലീഫ് പ്രൈമോഡിയും ഒക്കെ ഉണ്ടാകുന്നത്. ലീഫ് ഡെവലപ്പ് ചെയ്യുന്നത്, ഷൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കൊളിയോപ്റ്റൈലാണ്. പി ആണ് പ്ലിമ്യൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. കൊളിയോറൈസ റാഡിക്കലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒരു മെച്യൂർ എംബ്രിയോയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.